സമൂഹം നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കുന്നില്ല. എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുവാൻ സൊസൈറ്റിക്ക് സാധിക്കും. നിങ്ങൾ ആദ്യത്തെ ദിവസം സ്കൂളിൽ പോയ നാൾ മുതൽ നിങ്ങൾ നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യാൻ ആരംഭിച്ചു. നിങ്ങളുടെ ഗ്രേഡുകൾ, നിങ്ങളുടെ ലുക്ക്, നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സ്, നിങ്ങളുടെ വില, ഇതിൻ്റെ എല്ലാം പെർഫെക്റ്റ് സ്റ്റാൻഡേർഡ് തിരഞ്ഞ് നിങ്ങൾ ഓരോ തവണയും ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ പരാജയവും ഏറ്റപ്പോൾ എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ആരും നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞു തന്നില്ല. ഇങ്ങനെ നിങ്ങൾ സ്റ്റാൻഡേർഡ് മാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വളരാൻ സാധിക്കില്ല. എല്ലാവരും നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടാക്കുവാനാണ് പരിശീലനം നൽകിയത്. ഇനിയും നിങ്ങൾ എന്തൊക്കെ പഠിക്കുവാനുണ്ടെന്നാണ് അവർ പഠിപ്പിച്ചത്. നിങ്ങളെ അവർ ഒരുപാട് ചിന്തിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അത് പരിഹരിക്കണമെന്ന്. അങ്ങനെ വർഷങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു പെർഫെക്റ്റ് വെർഷനെ ഉണ്ടാക്കുവാൻ വേണ്ടി നടന്നു. വർഷങ്ങളായി നിങ്ങൾ കരുതുന്നത് നിങ്ങളിപ്പോൾ എന്താണോ അത് ശരിയല്ലാത്തൊരു നിങ്ങളാണ് ശരിയാവാനുണ്ട് എന്നുള്ളതാണ്. കേടുവന്നിട്ടില്ലാത്തൊരു കാര്യത്തിൻ്റെ കേട് ശരിയാക്കുവാൻ വേണ്ടി നിങ്ങൾ വർഷങ്ങളാണ് പാഴാക്കിയത്. നിങ്ങളുടെ ജീവിതം ആ തിരക്കിൽ തന്നെയായിരുന്നു. നിങ്ങളുടെ വ്യത്യസ്തതകളെ നിങ്ങൾ മിസ്റ്റേക്കുകളാണെന്നാണ് വിചാരിച്ചത്. നിങ്ങളുടെ മനുഷ്യത്വ മൂല്യങ്ങൾ നിങ്ങളുടെ സ്വഭാവ വൈകല്യങ്ങളാണെന്നാണ് നിങ്ങൾ കരുതിയത്. നിങ്ങൾ നിങ്ങളെ തന്നെ തിരുത്തുന്നത് നിർത്തും. നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ചിന്തിപ്പിക്കുന്ന വിധത്തിൽ സമൂഹം നിങ്ങളെ ടീച്ച് ചെയ്യുന്നത് കേൾക്കാതിരിക്കും. നിങ്ങൾ ഇംപെർഫെക്റ്റ് അല്ല, നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരുമല്ല. നിങ്ങൾ വെറുമൊരു മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ എങ്ങനെയുള്ളൊരു മനുഷ്യനായിരിക്കണമോ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇനിയും പുരോഗമിപ്പിക്കാം. പക്ഷേ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാകരുത്, അവനവന് വേണ്ടിയായിരിക്കണം.